Hello, my dear students. Welcome back to Ishack's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ ഓർ MCG. ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർക്ക് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഈ മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ എന്ന ടോപ്പിക്കിന് അണ്ടറിൽ അതിൻ്റെ വർക്കിംഗ്, കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പിൾ, current sensitivity of moving coil galvanometer, voltage sensitivity of moving coil galvanometer, how can we convert moving coil galvanometer to ammeter, how can we convert moving coil galvanometer to voltmeter. ഇത്രയും ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ഇതിന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാരണത്താൽ ഈ മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ. Galvanometer is a device used to detect the presence or absence of a current in a circuit. It can also be used to measure very small values of currents and voltage. Galvanometer was working based on the principle of torque acting on a coil are referred to as moving coil galvanometer. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞതാണ്. അതായത് ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ എന്ന ഡിവൈസ് വളരെ ചെറിയ വാല്യൂ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും പ്രസൻസ് അളക്കുന്ന ഡിവൈസാണ്. വളരെ ചെറിയൊരു മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ടും വോൾട്ടേജ് ഇതുകൊണ്ട് അളക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ആ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ ആ എത്രയാണോ വോൾട്ടേജ് പാസ് ചെയ്ത് അതിനനുസരിച്ച് ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും അവിടെ. ഈ ടോർക്കാണ് നമുക്ക് അതിൽ ഒഴുകിയ കറണ്ടിൻ്റെ സ്ട്രെങ്ത് അളക്കാൻ കഴിയുന്നത്. ഈവൻ വോൾട്ടേജ് ആണെങ്കിൽ തന്നെ ഒരു കറണ്ട് അതിൽ ഡ്രൈവ് ചെയ്യും. ആ കറണ്ടിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് ആ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും, ആ കോയിൽ ഡിഫ്ലക്ട് ചെയ്യും. ആ ഡിഫ്ലക്ഷൻ എത്രമാത്രം ഉണ്ടായി, അപ്പോൾ ആ ഡിഫ്ലക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടും കൂടി എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ എന്ന ഡിവൈസ് വളരെ ചെറിയ വാല്യൂ ഓഫ് കറണ്ടും വോൾട്ടേജ് അളക്കുന്ന ഡിവൈസ് ആണ്. അല്ലെങ്കിൽ പറയാം ഇറ്റ് ക്യാൻ detect the presence or absence of current or voltage in the circuit, and also the principle of moving coil galvanometer is torque acting on a rectangular current carrying loop placed in external uniform magnetic field. Construction. Moving coil galvanometer consisting of a coil with many turns free to rotate about a vertical axis in a uniform radial magnetic field. There is a cylindrical soft iron core inside the coil. It helps us to make the field uniform in the space, to make it radial, and also to increase the strength of the field. ഇപ്പോൾ മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററിന്റെ ഒരു കൺസ്ട്രക്ഷൻ വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഇത് ടെക്സ്റ്റ് ബേസ് NCR ടെക്സ്റ്റ് ബേസ് ഫിഗർ ആണ്. ഈ ഫിഗർ തന്നെ വേണം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇപ്പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന ഒരു ബാർ മാഗ്നറ്റ് ആണ്, ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. പെർമനന്റ് മാഗ്നറ്റിന്റെ ഉള്ളിൽ കോയിൽ വെച്ചിട്ടുണ്ട്. അതിൽ കോയിൽ വൂണ്ട് ചെയ്തിരിക്കുന്നത് സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയൺ കോറിലാണ്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്പ് ടു മേക്ക് ദ ഫീൽഡ് യൂണിഫോം ഇൻ സ്പേസ്. അത് നമുക്കറിയാം ടോർക്ക് ആക്ടിംഗ് ഓൺ റെക്ടാങ്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് പ്ലേസ്ഡ് എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ കറണ്ട് ഒഴുകുമ്പോൾ അതിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ടോർക്കിനനുസരിച്ച് ആ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ആ നീഡിൽ നമുക്ക് എത്രമാത്രം ഡിഫ്ലക്ട് ചെയ്തു എന്ന് കാണിച്ചു തരും. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അളക്കാൻ കഴിയും. ഇതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ്, വർക്കിംഗ്. When a current flows through the coil, a torque acting on it, the torque experienced tau is equal to NIAB. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. NAB sin theta when torque is maximum theta 90 ആകുമ്പോൾ 1 ആവും. സോ ടോർക്ക് ഇസ് equal NIAB. അപ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൽ ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് N മീൻസ് നമ്പർ ഓഫ് ടേൺസ് ആണ്, I എന്ന് പറയുന്നത് കറണ്ട് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആൻഡ് B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. സോ ടോ ഇസ് ഈക്വൽ ടു NIAB. As the coil rotates, its spring connected with it will wind up the restoring torque produced K5. അതായത് ആ കോയിലിന്റെ മേലെ സ്പ്രിങ് ഉണ്ടാവും. ഈ സ്പ്രിങ് ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ് ഈ കോയിൽ തിരിച്ചു കൊണ്ടുവരും. അത് തിരിച്ചു കൊണ്ടുവരും റീസ്റ്റോറിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇതാണ് K5 എന്ന് പറയുന്നത്. വേർ K is the torsion constant of the spring. That is the restoring torque per unit twist. ഈ K എന്ന് പറയുന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇവിടെ K എന്ന് പറയുന്ന ടോർഷൻ കോൺസ്റ്റന്റ് ഓഫ് സ്പ്രിംഗ് ആണ്. അത് റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ്.
At equilibrium, the external torque is balanced by the restoring torque. അപ്പോൾ നോർമലി അത് ഡെവലപ്പ് ചെയ്ത എക്സ്റ്റേണൽ ടോർക്ക് ഈ റീസ്റ്റോറിംഗ് ടോർക്കുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ റീസ്റ്റോറിംഗ് ടോർക്കും അപ്ലൈഡ് ടോർക്കും രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം NIAB equal to K phi, or we can write phi is equal to NAB by K into I. The quantity in brackets is a constant for a given galvanometer. അത് galvanometer constant ആണ്. NAB by K എന്ന് പറയുന്നത് galvanometer constant ആണ്. ഒരു പെർട്ടിക്കുലർ galvanometerന് ആ NAB by K എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം നമുക്കറിയാം phi proportional to I ആണ്. അതായത് ആ ഡിഫ്ലക്ഷൻ എത്രമാത്രം അത് ഡിഫ്ലക്ട് ചെയ്തു, ആ ഡിഫ്ലക്ഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിലൂടെ ഒഴുകിയ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഗാലോമീറ്റർ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫൈക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് അല്ല മാറിപ്പോയത്, ഫൈ ഡിഫ്ലക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡിഫ്ലക്ഷൻ നടന്നാൽ നമുക്ക് മനസ്സിലായി ഒരു ലാർജ് കറണ്ട് ആണ് ഫ്ലോ ചെയ്തത്. പക്ഷേ ഇതിന്റെ ഡെഫിനിഷൻ തന്നെ മനസ്സിലാവണം. This instrument is used to detect very feeble or very small currents. That is presence or absence of current ആണ് നമ്മൾ അളക്കാൻ. അല്ലാതെ ഒരു ഹ്യൂജ് കറണ്ട് ഒന്നും അളക്കാൻ കഴിയില്ല. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് ഈ ഡിവൈസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല സ്പ്രിംഗ് ടോർഷൻ ബ്രേക്ക് അത് എന്ത് ചെയ്യും, ആ കോയിൽ ബ്രേക്ക് ചെയ്ത് പോകും. അത് വളരെ ചെറിയ ഒരു കോയിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ വളരെ ഫീബിൾ ആയ വളരെ സ്മോൾ കറണ്ട് മാത്രമേ ഈ ഒരു ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അളക്കാൻ കഴിയുള്ളൂ. കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് കറണ്ട് സെൻസിറ്റിവിറ്റി എത്രമാത്രം ഫീബിൾ അല്ലെങ്കിൽ എത്രമാത്രം സെൻസിറ്റീവ് ആണ് കറണ്ടിന് ആ ഡിവൈസ്. Current sensitivity of a galvanometer is defined as the deflection per unit current. So how can I define a current sensitivity എന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതണം. Current sensitivity of galvanometer is defined as the deflection per unit current. That is phi by I equal to NAB by K. അപ്പോൾ നമ്മൾ phi equal to NAB by K into I എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ആ ഇക്വേഷൻ ഡെഫിനേഷൻ പ്രകാരം phi by I ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പോൾ phi by I എന്ന് പറഞ്ഞാൽ NAB by K ആണ്. So how can we increase the current sensitivity? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. Current sensitivity of galvanometer can be increased by increasing the number of turns. Second one, increase the strength of magnetic field. And third one, increasing the area of cross section. And fourth one, decreasing the torsion constant, that is making the spring light. അപ്പോൾ ലൈറ്റ് സ്പ്രിംഗ് ആണെങ്കിൽ അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വളരെ ചെറുതായിരിക്കും. ടൈറ്റ് ആണെങ്കിൽ നല്ല സ്റ്റിഫായ സ്പ്രിംഗ് ആണെങ്കിൽ അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ലാർജ് ആയിരിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുക. അതായത് വളരെ ചെറിയ ഫീബിൾ കറണ്ട് പോകുമ്പോഴേക്കും നല്ല ഡിഫ്ലക്ഷൻ കിട്ടണം. അതാണ് ഫൈ ബൈ ഐ. അപ്പോൾ ഫൈ ബൈ എന്ന് പറഞ്ഞാൽ ഫൈ കൂടണം, ഐ കുറയണം. അതിനർത്ഥം ചെറിയ കറണ്ട് പാസ് ചെയ്യുമ്പോഴേക്കും നല്ല ഡിഫ്ലക്ഷൻ കിട്ടുക. അതാണ് നല്ല കറണ്ട് സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ. ചെറിയ വാല്യൂ ഓഫ് കറണ്ടിനടക്കം നല്ല റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ നന്നായിട്ട് ചെറിയ കറണ്ടിനെ മെഷർ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാലാണ് ആ ഇൻസ്ട്രുമെന്റിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടണമെങ്കിൽ ഈ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ടേൺസ് കൂട്ടണം, നമ്പർ ഓഫ് ടേൺസ് കൂട്ടണം. സെക്കൻഡ് വൺ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടണം. മൂന്നാമത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടണം. നാലാമത്തെ സ്പ്രിംഗ് ലൈറ്റ് സ്പ്രിംഗ് ഉപയോഗിക്കണം, അതായത് ടോർഷൻ കോൺസ്റ്റന്റ് കുറഞ്ഞ സ്പ്രിംഗ് ഉപയോഗിക്കണം. ഇത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫീബിൾ ആയ വളരെ ചെറിയൊരു കറണ്ട് കൂടി നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് വരിക. ഹൗ ക്യാൻ ഐ ഡിഫൈൻ കറണ്ട് സെൻസിറ്റിവിറ്റി ആൻഡ് ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. നെക്സ്റ്റ്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. Voltage sensitivity of a galvanometer is defined as the deflection per unit voltage across the galvanometer. That is phi by V. So NAB by K into 1 by RG എന്ന് വരാൻ കാരണം നമുക്കറിയാം phi is equal to NAB by K into I നമ്മൾ പഠിച്ചിരിക്കുന്നു. ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V equal to IR. So I equal to V by R. അപ്പോൾ I equal to V by R കൊടുക്കുമ്പോൾ ആ V by R ആണ് RG അവിടെ വരാൻ കാരണം. So 1 by Rന്റെ പകരം ശരിക്കും V by R ആണ് Iക്ക് വന്ന്. So phi by V ആകുമ്പോൾ അവിടെ 1 by RG കിട്ടിയ. So RG എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണ് അവിടെ ആ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഓർക്കണം phi is equal to NAB by K into I ആണ്. ആ I നമ്മൾ V by R എന്ന് കൊടുത്തു. ആ V ഇങ്ങോട്ട് വന്നു, ലെഫ്റ്റിലേക്ക് വന്നു. അപ്പോഴാണ് 1 by R വരാൻ കാരണം. സോ phi by V എന്ന് പറയുന്നത് NAB by K into RG ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ചോദിക്കുമ്പോൾ മിക്കവരും പറയും N കൂട്ടണം, A കൂട്ടണം, B കൂട്ടണം, K കുറക്കണം, RG കുറയ്ക്കണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കറണ്ട് സെൻസിറ്റിവിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ 4 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ അത് അത്ര 4 ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. ശ്രദ്ധിക്കാം. Voltage sensitivity of a galvanometer can be increased by, first one, increase the strength of magnetic field. Second one, increase the area of cross section. And third one, decreasing the torsion constant. That is making the spring light. അപ്പോൾ ഇക്വേഷനിൽ അവിടെ 5 ടേംസ് വരുന്നുണ്ട്, NAB by K and RG. ബട്ട് നമ്മൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂട്ടുക എന്ന് പറയുമ്പോൾ 3 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? Voltage sensitivity is independent of the number of turns because
As number of turns increases, the resistance of the galvanometer also increases. So voltage sensitivity remains unchanged. That means നമ്മൾ n കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നതോറും ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ താഴെ ആർ ജിയും കൂടും. അപ്പൊ എൻ ബൈ ആർ ജി കോൺസ്റ്റന്റ് ആവും. അപ്പോൾ n കൂട്ടിക്കഴിഞ്ഞാൽ ആർ ജിയും കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ ബൈ ആർ ജി കോൺസ്റ്റന്റ് ആവും. ആ കാരണം കൊണ്ട് നമ്മൾ n കൂട്ടിയത് കൊണ്ട് എന്താവില്ല, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടുന്നില്ല. അതുപോലെ തന്നെ ആർ ജി കുറച്ചത് കൊണ്ടോ അല്ല, ആർ ജി കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, നമ്പർ ഓഫ് ടേൺസ് കുറയ്ക്കുക. നമ്പർ ഓഫ് ടേൺസ് കുറച്ച് n ബൈ ആർ ജി എന്താ അവിടെ കോൺസ്റ്റന്റ് ആവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ട് സെൻസിറ്റിവിറ്റിക്ക് 4 ടേംസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 ഫാക്ടേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യാൻ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ 5 ടേംസ് ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ കൂടി അതിൽ 3 സെൻസിറ്റിവിറ്റി ഓഫ് ഗാലോമീറ്റർ ഇൻക്രീസ് ചെയ്യാനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇതിൽ ഏറ്റവും ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് conversion of galvanometer into ammeter. A ammeter is a device used to measure the current flowing through a point in a circuit. It always connected in series with the circuit. The introduction of ammeter should not disturb the potential difference or current in the circuit. So it should be a low resistance instrument. An ideal ammeter has zero resistance. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഗാലോമീറ്റർ കറണ്ടും അളക്കാൻ പറ്റും, വോൾട്ടേജ് അളക്കാൻ പറ്റും ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗാലോമീറ്റർ എങ്ങനെയാണ് അമ്മീറ്റർ ആയിട്ട് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ. അമ്മീറ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ ഒരു പോയിന്റിൽ കറണ്ട് എത്ര സ്ട്രെങ്ത് അളക്കാവുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ. ആ കറണ്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അമ്മീറ്റർ. അമ്മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക. ഈ 2 കാര്യം ഓർമ്മ വേണം. അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷറിംഗ് ഡിവൈസ് ആണ്. 2, അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ് ഒരു സർക്യൂട്ടിൽ എപ്പോഴും കണക്ട് ചെയ്യേണ്ടത്. ഇനി ഫൈനൽ മോസ്റ്റ് വൺ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമുക്ക് അതാണ് ആവശ്യം. അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാവണം. അതായത് ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ 0 റെസിസ്റ്റൻസ് ആവണം. കാരണം സീരീസ് ആയി കണക്ട് ചെയ്യുന്ന കാരണം കൊണ്ട്, സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ തടുക്കും. ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, the resistance of ammeter is always very less. In case of an ideal ammeter, it is 0. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വേണം. ചിലപ്പോൾ 1 word ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഐഡിയൽ അമ്മീറ്റർ? ദാറ്റ് ഈസ് 0. അതിനർത്ഥം അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, നോർമൽ പ്രാക്ടിക്കൽ ആണെങ്കിൽ തന്നെ അമ്മീറ്റർ റെസിസ്റ്റൻസ് എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ഈ കൺവേർഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗാലോമീറ്ററിന്റെ റെസിസ്റ്റൻസ് വളരെ കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, അമ്മീറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് അറിയാം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണോ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന കൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചാണ്. സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഹൈ ആവും, പാരലൽ ആയി കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ലോ ആവും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൂടി ഇതിനോടൊപ്പം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആൻസർ ആയി കഴിഞ്ഞു. A galvanometer can be converted into ammeter by connecting low resistance, that means shunt, in parallel with the galvanometer coil, so that most of the current passing through this shunt. അതായത് ഒരു മൂവിംഗ് കോയിൽ ഗാലോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആ ഗാലോമീറ്ററിന്റെ റെസിസ്റ്റൻസ് കുറയ്ക്കണം. ആ ഗാലോമീറ്റർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി, ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റെസിസ്റ്റൻസ് എടുത്തിട്ട് മൂവിംഗ് കോയിൽ ഗാലോമീറ്ററിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താവും, ഷണ്ടിനെക്കാളും ചെറുതാവും. കാരണം നമ്മൾ പാരലൽ കോമ്പിനേഷനിൽ പറഞ്ഞൊരു കാര്യമാണ്, ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാളും ചെറുതായിരിക്കും എഫക്റ്റീവ്. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാലോമീറ്ററിനെ ക്രോസ് ആയിട്ട് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്മോൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തം സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷണ്ടിനെക്കാളും ചെറുതാവും. സോ ദ റെസിസ്റ്റൻസ് become very low. That means it tends to 0. So the galvanometer is converted into ammeter. അതിന്റെ സർക്യൂട്ട് ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇതാണ് അതിന്റെ സർക്യൂട്ട്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അമ്മീറ്റർ. അപ്പോൾ പുറത്ത് റെസിസ്റ്റൻസ് വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബാറ്ററി, ഒരു അമ്മീറ്റർ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ അമ്മീറ്റർ കണക്ട് ചെയ്ത് അമ്മീറ്റർ ഡോട്ടഡ് ലൈൻസ് ആണ് അമ്മീറ്റർ നമ്മൾ കാണിക്കുന്നത്. അമ്മീറ്റർ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൂവിംഗ് കോയിൽ ഗാലോമീറ്റർ ഉപയോഗിച്ചിട്ട് അമ്മീറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതാണ് ഈ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജി എന്ന് പറയുന്നത് ഗാലോമീറ്റർ ആണ്. അപ്പോൾ ഗാലോമീറ്റർ കോയിലൊക്കെ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ആണ് ഇവിടെ പുറത്ത് വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് നോൺ ആസ് ഗാലോമീറ്റർ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്താണ്, മൂവിംഗ് കോയിൽ ഗാലോമീറ്റർ ആണ്. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാലോമീറ്റർ എന്ന ഈ ഇൻസ്ട്രുമെന്റ് എഗനിസ്റ്റ് ആയിട്ട് പാരലായിട്ട് ഷണ്ട് റെസിസ്റ്റൻസ്, ചെറിയ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് എന്തായിട്ട് മാറി, ഇപ്പോൾ അമ്മീറ്ററിനായിട്ട് മാറി. അപ്പോൾ ഈ അമ്മീറ്ററിന് ഇക്വാലന്റ് ആണ് ഇപ്പോൾ ഈ
ഈ ഗാലോമീറ്റർ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഷണ്ട് റെസിസ്റ്റൻസും പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെന്റ് ഇപ്പോൾ അമ്മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. കാരണം ഈ ഇൻസ്ട്രുമെന്റിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാവും. കാരണം ഷണ്ട് പാരലായി കണക്ട് ചെയ്ത കാരണം കൊണ്ട് ഇതിന്റെ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഷണ്ടിനെക്കാളും എന്താവും, ചെറുതായി പോകും. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഇപ്പോൾ അമ്മീറ്ററിന് പകരം നമ്മൾ എന്തായി, മൂവിംഗ് കോയിൽ ഗാലോമീറ്റർ ഉപയോഗിച്ചിട്ട് അമ്മീറ്റർ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഇതിന്റെ പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെയാണ് ഇനി ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ന്യൂമറിക്കൽസ് ആണ് കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് എൻട്രൻസിനൊക്കെ. നോക്കാം. The effective resistance of ammeter is equal to Rg into Rs by Rg plus Rs. നമുക്കറിയാം പാരലൽ ആണെങ്കിൽ 1 by Rg plus 1 by Rs ആണ്. അപ്പോൾ എഫക്റ്റീവ് കാണാൻ വേണ്ടി നമ്മൾ Rg into Rs by Rg plus Rs. കാരണം 1 by Rg plus 1 by Rs എന്ന് പറയുന്നത് Rg plus Rs by Rg into Rs എന്ന് വരും. അത് 1 by R ആകുമ്പോൾ തിരിച്ചെഴുതുമ്പോൾ Rg into Rs by Rg plus Rs. അപ്പോൾ Rg എന്ന് പറയുന്നത് ഗാലോമീറ്റർ റെസിസ്റ്റൻസ് ആണ്, Rs എന്ന് പറയുന്നത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ അമ്മീറ്റർ. അത് ആ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് അല്ലെങ്കിൽ ഗാലോമീറ്റർ ഉപയോഗിച്ച് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണെന്ന് Rg into Rs by Rg plus Rs. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, Rs വളരെ ചെറുതാണ് നമ്മൾ പറഞ്ഞു എങ്കിൽ കൂടി ഇതിന്റെ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ടെൻസ് ടു Rsനെക്കാളും ചെറുതാവെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, Rg എന്ന് പറയുന്ന ടേം വളരെ വളരെ വലുതാണ് ഷണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ വളരെ എന്താണ്, വലുതാണ്. അപ്പോൾ ഷണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ വലുതായതുകൊണ്ട് ഈ ഇക്വേഷന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഷണ്ട് ആവുമെന്ന് പറയാൻ കാരണം പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാളും ചെറുതാവുന്ന പറഞ്ഞു. അപ്പോൾ ഷണ്ടിന്റെ ഓളം ഇതിനേക്കാളും ചെറുതാവുന്ന ഷണ്ടിന്റെ ഓളം അടുത്തെത്തും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. കാരണം ബിക്കോസ് Rg എന്ന് വലിയ ഫാക്ടർ, Rg 1000 ആയാലും 10,000 ആയാലും ലക്ഷമായാലും ശരി, Rs എന്ന ടേം പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഇക്വേഷൻ ബേസ്ഡ് അറിയാം Rg എന്ന ടേം വളരെ വളരെ എന്താണ്, വലുതാണ്, Rs ചെറുതാണ്. അപ്പോൾ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. കാരണം Rg പ്ലസ് Rs ആകുമ്പോൾ താഴത്തെ Rg പ്ലസ് Rs നമ്മൾ Rg തന്നെ എഴുതാം. അപ്പോൾ Rg കട്ട് ചെയ്ത് പോകും. അപ്പോൾ Rg into Rs വെറും Rs മാത്രമായി. അതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ അമ്മീറ്റർ എന്ന് പറയുന്നത്. എന്ത് മാത്രമായിരിക്കും, Rs മാത്രമായിരിക്കും. Let I be the current to be measured by the ammeter and Ig be the maximum safest current gives full deflection which can flow through the galvanometer. Then ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഫുൾ ഡിഫ്ലക്ഷൻ എന്ന് പറയും IG, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഹാഫ് ഡിഫ്ലക്ഷൻ എന്ന് വരും. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ I എന്ന കറണ്ടാണ് സർക്യൂട്ടിലൂടെ ഒഴുകുന്നത്, IG എന്ന കറണ്ടാണ് ഗാലോമീറ്ററിലൂടെ ഒഴുകുന്നത്. അപ്പോൾ I എന്ന കറണ്ട് ഇവിടെ ഒഴുകി ഇത് ഇവിടെ എത്തിക്കുമ്പോൾ സ്പ്ലിറ്റ് ആയി, IG ഗാലോമീറ്ററിലൂടെ പോയി, ബാക്കി അപ്പോൾ എന്താണ് വന്ന കറണ്ട് I ആണ്, IG ഇതിലൂടെ പോയി, അപ്പോൾ I മൈനസ് IG ഇതിൽ. അപ്പോൾ ഇതിന്റെ എങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ചിലപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി പറയും അവർ, അല്ലെങ്കിൽ കറണ്ട് ത്രൂ ഗാലോമീറ്റർ കാണാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കുമല്ലോ. വോൾട്ടേജ് സെയിം ആണെങ്കിൽ അതിനർത്ഥം ഇവിടെ എന്താണോ വോൾട്ടേജ് അത് തന്നെയായിരിക്കും ഇവിടെ വോൾട്ടേജ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് വരും, ദാറ്റ് ഈസ് IG RG എന്ന് പറയാൻ കാരണം ഇവിടുത്തെ വോൾട്ടേജ് ആണെങ്കിൽ ഓംസ് ലോ ഈക്വൽ ടു IR ആണ്, അതാണ് IG RG. ഇവിടുത്തെ വോൾട്ടേജ് ആണെങ്കിൽ I മൈനസ് IG into Rs, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ എന്ത് ഇക്വേഷൻ കാണാൻ വേണ്ടി പറയും, ഈ കൺസെപ്റ്റ് ഓർത്താൽ മതി. അമ്മീറ്ററായി കണക്ട് ചെയ്യണമെങ്കിൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക, പാരലാകുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടിന്റെ വോൾട്ടേജ് ആണ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ IG RG is equal to I മൈനസ് IG into Rs. ഇനി ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, IG കാണാൻ ഉപയോഗിക്കാം, Rs കാണാൻ വേണ്ടി ഉപയോഗിക്കാം. സോ നെക്സ്റ്റ് Rs is equal to IG RG by I മൈനസ് IG. ഇനി IG കാണണമെങ്കിൽ അടക്കം നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് IG കണ്ടുപിടിക്കാം. അപ്പോൾ ഈ അമ്മീറ്റർ കൺവേർഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂമറിക്കലാണെങ്കിൽ ഇത്ര ഓർത്താൽ മതി. അമ്മീറ്ററായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ പാരലായിട്ടാണ് ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടത്. പാരലായിട്ട് ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഇക്വേറ്റ് ചെയ്യുക. ബാക്കി ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് IG കാണാം, Rs കാണാം, RG കാണാം, ഇനി Iയും കാണാം. പക്ഷെ I മനസ്സിലാക്കണം ടോട്ടൽ കറണ്ടാണ്. IG എന്ന് പറയുന്നത് ഗാലോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. IG എപ്പോഴും ചെറിയ കറണ്ട് ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് IG ഫീബിൾ കറണ്ട് ഡിറ്റക്ടിങ് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് IG എന്ന് പറയുന്നത്. ബാക്കി കാരണം ഷണ്ട് റെസിസ്റ്റൻസ് സ്മോൾ റെസിസ്റ്റൻസ് ഇല്ല, അപ്പോൾ അതിലൂടെ കൂടുതൽ കറണ്ട് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. പിന്നെ ഫുൾ ഡിഫ്ലക്ഷൻ നമ്മൾ IG എന്ന് കറണ്ട്. അപ്പോൾ എന്താണ് ഒരു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, ഒരു ഹാഫ് സ്കെയിൽ ഡിഫ്ലക്ഷൻ ഒക്കെ പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. അതിൽ Iയും IG മാറിപ്പോകരുത്. I എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് സർക്യൂട്ടാണ്, IG എന്ന് പറയുന്നത് ഗാലോമീറ്ററിൽ ഒഴുകുന്ന കറണ്ടാണ്. അത് എപ്പോഴും ചെറിയ കറണ്ട് ആയിരിക്കും. അതിന് കാരണം ഷണ്ട് ചെറിയ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അതിലാണ് കൂടുതൽ കറണ്ട് എന്ത് ചെയ്യുക, അതിലൂടെ ഒഴുകുക. അപ്പോൾ IG എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. അപ്പോൾ കുറേ കറണ്ടുകളൊക്കെ മിക്സപ്പ് ആയി തന്നു കഴിഞ്ഞാൽ IG ഏതാണ് I ഏതാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നെക്സ്റ്റ്, കൺവേർഷൻ ഓഫ് ഗാലോമീറ്റർ ഇൻ ടു വോൾട്ടോമീറ്റർ. അപ്പോൾ
അമ്മീറ്റർ ഡിസ്കസ് ചെയ്ത് അതിന് നേരെ വിപരീതമാണ് വോൾട്ടോമീറ്ററിൽ വരിക. കാരണം അമ്മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് അതിന്റെ റെസിസ്റ്റൻസ് വളരെ ചെറുതാണ്, അത് എപ്പോഴും സീരീസ് ആയിട്ടാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക. അപ്പോൾ വോൾട്ടോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് അത് എപ്പോഴും പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക. കാരണം പാരലായിട്ട് കണക്ട് ചെയ്യാൻ കാരണം ഈ വോൾട്ടോമീറ്റർ റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഹൈ ആയ കാരണം കൊണ്ട് സീരീസ് ആയി കണക്ട് ചെയ്യാൻ സംഭവിക്കും, അതിലൂടെ ഒഴുകുന്ന കറണ്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ വോൾട്ടോമീറ്റർ എപ്പോഴും എന്താണ്, അത് പാരലായിട്ടാണ് കണക്ട് ചെയ്യുക, വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റിൽ വോൾട്ടോമീറ്റർ കണക്ട് ചെയ്യുന്നത്. Voltmeter is a device used to measure the potential difference across 2 points in a circuit. It is always connected parallel with these points. The introduction of voltmeter should not disturb the potential difference or current in the circuit. So it should be very high resistance instrument. An ideal voltmeter has infinite resistance. അപ്പോൾ അമ്മീറ്ററിൽ പറഞ്ഞ നേർ വിപരീതമായ കാര്യമാണ് അവിടെ പറയുന്നത്. അതായത് ഒരു ഐഡിയൽ വോൾട്ടോമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വോൾട്ടോമീറ്റർ റെസിസ്റ്റൻസ് ഹൈ ആവണം. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് റെസിസ്റ്റൻസ് ഹൈ ആവാൻ നമുക്ക് പറഞ്ഞറിയാം, സീരീസ് ആയി കണക്ട് ചെയ്താൽ മതി. അതായത് ഒരു ഹൈ റെസിസ്റ്റൻസ് എടുത്ത് സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും. നമ്മളവിടെ കുറയ്ക്കാൻ വേണ്ടി ഷണ്ട് റെസിസ്റ്റൻസ് എടുത്ത് പാരലാക്കി വെച്ചു. ഇവിടെ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഹൈ റെസിസ്റ്റൻസ് എടുത്ത് സീരീസ് ആയി വെച്ചാൽ മതി. അപ്പോൾ വോൾട്ടോമീറ്റർ ഇൻസ്ട്രുമെന്റ് വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 2 പോയിന്റ് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വോൾട്ടോമീറ്റർ. അതുപോലെ തന്നെ വോൾട്ടോമീറ്റർ എന്ന ഡിവൈസ് എപ്പോഴും നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. വോൾട്ടോമീറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും ഐഡിയൽ കേസിൽ. പ്രാക്ടിക്കൽ കേസിൽ ഇറ്റ്സ് വെരി ഹൈ. അപ്പം നമുക്കറിയാം മൂവിംഗ് ഗാലോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഹൈ ആക്കാണ് എന്ത് ചെയ്താൽ മതി, ഒരു വലിയ റെസിസ്റ്റൻസ് ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ആ ഇൻസ്ട്രുമെന്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വളരെ കൂടും. A galvanometer can be converted into voltmeter by connecting a high resistance in series with galvanometer coil. So the most of the current passes through the circuit itself. അപ്പോൾ ഗാലോമീറ്ററിനെ വോൾട്ടോമീറ്ററിലേക്ക് മാറ്റാൻ ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇതിനെപ്പോഴും ഞാനൊരു കോഡ് പറയാറുണ്ട്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അതായത് ഗാലോമീറ്റർ കൺവേർട്ട് ടു വോൾട്ടോമീറ്റർ ഹൈ റെസിസ്റ്റൻസ് സീരീസ്, GVHS ഓർത്ത് വയ്ക്കിയത് പറയുമ്പോൾ എപ്പോഴും ഗാലോമീറ്റർ കൺവേർട്ട് ടു വോൾട്ടോമീറ്റർ ഹൈ റെസിസ്റ്റൻസ് സീരീസ്. അമ്മീറ്റർ ആണെങ്കിലോ ഗാലനോമീറ്റർ കൺവേർട്ട് ടു അമ്മീറ്റർ ഷണ്ട് റെസിസ്റ്റൻസ് പാരലൽ. ഇവിടെ ആകുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് സീരീസ്. അപ്പോൾ ഇതാണ് ഒരു സർക്യൂട്ട്. അപ്പോൾ ഇതാണ് വോൾട്ടോമീറ്റർ. ഒരു സർക്യൂട്ടിൽ വോൾട്ടോമീറ്റർ എപ്പോഴും പാരലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ വോൾട്ടോമീറ്ററിന്റെ ഭാഗത്ത് ഇവിടെ നോക്കൂ, ഗാലോമീറ്റർ റെസിസ്റ്റൻസ് RG കാണിച്ചിരിക്കുന്നു, അതിൻ്റെ ഒപ്പം ഹൈ റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തു. R എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആവും. സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് വോൾട്ടോമീറ്റർ ഇസ് ഈക്വൽ ടു RG + R. അതായത് നമുക്കറിയാം സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ R = R1 + R2 ആണ്. അപ്പോൾ RG + R. ഇനി ഇക്വേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ RG എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതാണെന്ന് പറയാൻ കാരണം R നെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ RG ചെറുതാണ്. അപ്പോൾ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിന് ഇക്വൽ ഉണ്ടാവും, ഹൈ റെസിസ്റ്റൻസ് ഇക്വൽ ഉണ്ടാവും. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. നേരെ മറിച്ച് അവിടെ ആകുമ്പോൾ എന്താ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ RS ആണ്, ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നേരെ തിരിച്ചാണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഹൈ റെസിസ്റ്റൻസ് R ആണ്. Let V be the maximum voltage to be measured by the voltmeter and IG be the maximum safe current gives full deflection which can flow through the galvanometer. Then അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആണ് കാണാൻ പോകുന്നത്. നമുക്ക് ഇക്വേഷൻ കാണാൻ നമുക്ക് അറിയാം, സീരീസ് ആകുമ്പോൾ എന്തായിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് IG എന്ന കറണ്ടാണ്. അപ്പോൾ ഓംസ് ലോ പ്രകാരം നമുക്ക് V = IR ആണ്. V = IG. R എന്ന് പറയുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്, RG + R. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് IG കിട്ടും, RG കിട്ടും. സോ V = IG RG + IGR. അതിൽ IGR = V - IGRG, or R = V - IGRG by IG, or we can say R = V by IG - RG. ഇത് നമുക്ക് IG കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഓർത്തിരിക്കുക, സീരീസ് ആകുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ കറണ്ട് സെയിം ആകുമ്പോൾ നമുക്ക് ഇവിടെ ഓംസ് ലോ V = IR അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഗാലോമീറ്റർ റെസിസ്റ്റൻസും ഹൈ റെസിസ്റ്റൻസും കൂടി കൂട്ടണം, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എന്നിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IG കിട്ടും, ഇനി വേണമെങ്കിൽ R കിട്ടും, ഇനി RG ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാലോമീറ്ററിൽ ഈ കൺവേർഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൺവേർഷൻ ന്യൂമറിക്കൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അപ്പോൾ കൺവേർഷൻ ഓർത്തിരിക്കുക, കറണ്ട് സെൻസിറ്റീവ്, വോൾട്ടേജ് സെൻസിറ്റീവ് ഓർത്തിരിക്കുക, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് മൂവിംഗ് കോയിൽ ഗാലോമീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ആസ്ക് ത്രൂ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.